ഒരു വസ്തുവിൻ്റെ വില 20% കുറച്ച് 200 രൂപയായി. പിന്നീട് അത് 150 രൂപയ്ക്ക് വിറ്റു. ആകെ നഷ്ടശതമാനം എത്ര? ഒരു വസ്തുവിൻ്റെ വില, അതായത് വാങ്ങിയ വില 20% കുറച്ചിട്ട് എത്രയാക്കി? 200 രൂപയാക്കി. അപ്പോൾ വാങ്ങിയ വില ഇൻറ്റു 20% കുറയ്ക്കുക പറഞ്ഞാൽ 100 നിന്ന് 20 കുറയ്ക്കുക. 20% കുറയ്ക്കുക പറഞ്ഞാൽ 100 നിന്ന് 20 കുറയ്ക്കുക. അപ്പോൾ വാങ്ങിയ വില ഇൻറ്റു 100 നിന്ന് 20 കുറയ്ക്കുമ്പോൾ 80/100 സമം അതാണ് എത്ര? 200. ഇതിൽ നിന്ന് വാങ്ങിയ വില കാണാൻ ഇൻറ്റു 80/100 സമത്തിൻ്റെ വലത്തോട്ട് എടുക്കുക. അപ്പോൾ വാങ്ങിയ വില സമം ഇൻറ്റു 80/100 സമത്തിൻ്റെ വലത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. വാങ്ങിയ വില സമം 200 ഇൻറ്റു തിരിച്ചിട്ടു വിൽക്രമം 100/80. നമുക്കിതിൽ ഒരു 0 വെട്ടിക്കളഞ്ഞാൽ ബാക്കി 20 ഇൻറ്റു 100 2000/8 ഹരിക്കുമ്പോൾ 2 16 ശിഷ്ടം 4 40 8 40 0 250. അപ്പോൾ വസ്തുവിൻ്റെ വാങ്ങിയ വില 250 രൂപയാണ് ശരിക്ക്. പക്ഷേ അത് വിൽക്കണതോ 150 രൂപയ്ക്കാണ്. ആദ്യം 200 രൂപയ്ക്ക് കുറച്ചു, പിന്നെ 150 രൂപയ്ക്കാണ് വിൽക്കണത്. അപ്പോൾ വാങ്ങിയ വില 250, വിറ്റ വില 150. അപ്പോൾ നഷ്ടം എത്ര വരും? ഇതിൻ്റെ വ്യത്യാസം 100 രൂപ. നഷ്ടം 100 രൂപ. നമ്മുടെ ചോദ്യം നഷ്ടശതമാനം കാണാനാണ്. നഷ്ടശതമാനം കാണാൻ സൂത്രവാക്യം നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം 100 ബൈ വാങ്ങിയ വില 250 ഇൻറ്റു 100. ഇത് നമുക്ക് ഒരു 0 വെട്ടിക്കളഞ്ഞാൽ 10 ഇൻറ്റു 100 1000/25 ഹരിക്കുമ്പോൾ 100 25 4 25 100 ഒരു 0. അതായത് നഷ്ടശതമാനം 40%.